സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നതും സംശയങ്ങൾ ചോദിക്കുന്നതുമൊക്കെ മോശമാണ് കരുതുന്നവരാണ് ഇന്നും സമൂഹത്തിൽ പലരും. ഫ്രണ്ട്സിനോട് പോലും പലരും സംശയങ്ങളൊന്നും ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചാൽ അത് തങ്ങളെ തെറ്റിദ്ധരിക്കുമോ, ഇയാൾ ഇത്തരത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ അവൾ ഇത്തരത്തിലുള്ള ആളാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും എന്നുള്ളൊരു മിഥ്യമായ ധാരണ പലർക്കുമുണ്ട്. എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല. കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ തന്നെ വളരെ മടിച്ചാണ് സെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ മറ്റെല്ലാ പ്രശ്നങ്ങളെയും പോലെ, അസുഖങ്ങൾ പോലെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും പ്രശ്നപരിഹാരം നടത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ ലൈംഗികപരമായ പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾക്കും ഡോക്ടറെ കാണേണ്ടതും പ്രശ്നപരിഹാരം നേടേണ്ടതും ആവശ്യമാണ്. എന്നാൽ അതിന് നാണിച്ചിട്ട് കാര്യമില്ല. കൗൺസിലിങ്ങിന് വരുന്ന ആളുകളിൽ ചിലരൊക്കെ മടിച്ചാണെങ്കിലും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയുണ്ടാകുന്നത് എന്ന്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയുണ്ടാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അത് ശാരീരികമായും മാനസികമായും സാഹചര്യപരമായും പല ഘടകങ്ങളും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പീനസ് എൻട്രൻസ് സമയത്തോ അതല്ലെങ്കിൽ പീനസ് എൻട്രി ചെയ്ത് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്തോ അസഹ്യമായ വേദനകൾ ഉണ്ടാകാം. ചിലപ്പോൾ പീനസ് എൻട്രൻസ് സമയത്ത് തന്നെ വേദനയുള്ളതായും പറയപ്പെടുന്നു. അതിന് മാനസികവും ശാരീരികവുമായ പല കാരണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും, അപൂർവം പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദന രണ്ട് തരത്തിലുള്ളതാകാം. ഒന്ന് ഇന്റേണൽ പെയിൻ ആകാം, മറ്റൊന്ന് എക്സ്റ്റേണൽ പെയിൻ ആകാം. എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധിയെക്കുറിച്ചും ഒരു ഫുൾ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ.